ചത്താലും തീരില്ലേ ഇവന്റെ ചെയ്തികൾ. ഇങ്ങനെ ചോദിക്കേണ്ടി വരുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട് വരുന്ന ലൈംഗിക പീഡന ആരോപണ കേസുമായി ബന്ധപ്പെട്ട് വരുന്ന വെളിപ്പെടുത്തലുകൾ. ഒരാൾക്ക് തുറന്നു പറച്ചിലുകൾ നടത്താൻ കഴിയും. പറയുന്നത് സത്യമാണെങ്കിൽ അത് അംഗീകരിക്കുവാൻ സമൂഹവും അതിനോടൊപ്പം ചേർന്ന് നിൽക്കും. എന്നാൽ കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ ഒരു ഇന്റർവ്യൂ കണ്ടിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ടിട്ട്. പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയായിട്ടുള്ള ലൈംഗിക പീഡന ആരോപണ കേസിൽ ചില വെളിപ്പെടുത്തലുകൾ ഒക്കെ നടത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി 24 Hours നടത്തിയ ഒരു അഭിമുഖം. അത് വെള്ളപൂശിയതാണോ അതോ അതിൻ്റെ സത്യം തിരഞ്ഞതാണോ എന്നൊക്കെയുള്ള വലിയ ചോദ്യങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ അടക്കം ഉണ്ടാകുന്നുണ്ട്. എന്തായാലും രണ്ടുപേർ തമ്മിലുള്ള ഒരു തെറ്റ് എന്ന് പറയപ്പെടുന്നത് ഒരു ഭാഗത്തിൻ്റെ മാത്രം തെറ്റ് കേൾക്കൽ മാത്രമാകരുത്. രണ്ട് ഭാഗത്തിൻ്റെയും തെറ്റുകൾ എന്താണെങ്കിലും അവർക്ക് പറയുവാനുള്ളത്, വെളിപ്പെടുത്തുവാനുള്ളത് പറയുക തന്നെ വേണം. അത് കേൾക്കുവാനുള്ള സന്മനസ് സമൂഹ മാധ്യമങ്ങളിലൂടെ സമൂഹത്തിനുണ്ടാവുകയാണ്. അത് സമൂഹ മാധ്യമങ്ങളിലൂടെ ചില സൈബർ കമ്മികളോ അല്ലെങ്കിൽ സൈബർ കൂട്ടാളികളോ സൈബർ വെട്ടിക്കിളികളോ നടത്തുന്ന പ്രകടനമാകരുത്. രാഹുൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ശിക്ഷിക്കപ്പെടേണ്ടവൻ തന്നെയാണ്. ഒപ്പം അതിജീവിതയ്ക്ക് നിയമസംരക്ഷണം നൽകേണ്ടതുമാണ്.